ഒരു നല്ല ഹൃദയം സ്വർണത്തേക്കാൾ വിലപിടിപ്പുള്ളതാണ്. ഇത് ഞാൻ പറഞ്ഞതല്ല കേട്ടോ. ഷേക്സ്പിയർ ഹൃദയ വിശുദ്ധിയെ കുറിച്ചിട്ടാണ് ഇതിൽ സംസാരിച്ചതെങ്കിലും നമ്മുടെ അനാരോഗ്യകരമായിട്ടുള്ള ഭക്ഷണ രീതിയും ജീവിതശൈലിയും ഒരു പരിധിവരെ നമ്മുടെ ഹൃദയ ആരോഗ്യം മോശപ്പെടുത്താനാണ് സഹായിക്കുന്നത്. എന്നാൽ ഹൃദയത്തിൻ്റെ ആരോഗ്യം നഷ്ടപ്പെട്ടവർക്കും അത് മെച്ചപ്പെടുത്തിയെടുക്കാൻ ഒരു ആയുർവേദ രഹസ്യക്കൂട്ട് പറയട്ടെ. നീർമരുതിനെ കുറിച്ച് അറിയായിരിക്കും, പലരും കേട്ടിട്ടുള്ള ഒരു ഔഷധമായിരിക്കും. ഈ നീർമരുത് ചെത്തിയെടുത്തിട്ടുള്ളത് നമുക്ക് അങ്ങാടിക്കടയിലൊക്കെ വാങ്ങിക്കാൻ കിട്ടും. ഇത് ഹൃദയഗണത്തിൽ ഉൾപ്പെടുത്തുന്ന ഒന്നാണ്. ഇത് അതായത് ഹൃദയത്തിൻ്റെ ആരോഗ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി മുൻപ് കാലങ്ങൾക്ക് ആയുർവേദം നിർദ്ദേശിക്കുന്ന ഒരു ഔഷധമാണ്. ഇത് കഫപിത്ത വികാരങ്ങൾ ശമിപ്പിക്കാനും ഹൃദയപേശീൻ്റെ ശക്തി വർദ്ധിപ്പിച്ച് അതിൻ്റെ സങ്കോച വികാസക്ഷമത വർദ്ധിപ്പിക്കാനൊക്കെ സഹായിക്കുന്നുണ്ട്. മൂത്രളമായിട്ടുള്ളതാണ്. ചർമ്മരോഗം, വിഷം, ജ്വരം ഇവയൊക്കെ ശമിപ്പിക്കാൻ നല്ലതാണ്. അതുപോലെ മുറിവ് കൂട്ടിച്ചേർക്കാനും ഒടിഞ്ഞ അസ്ഥിയെ വരെ സംയോജിപ്പിക്കാനുള്ള ശക്തി ഉണ്ട് എന്നാണ് പറയുന്നത്. നീർമരുത് അങ്ങാടിക്കടയിൽ നിന്ന് വാങ്ങിക്കുന്നത് ഒരു 10 ഗ്രാം എടുക്കാം. അതുപോലെ പാലാണെങ്കിൽ ഒരു 80 മില്ലി ലിറ്റർ, വെള്ളം 320 മില്ലി ലിറ്റർ. ഇത്രയും കാര്യങ്ങൾ എടുത്തിട്ട് ഈ കാര്യം അതിലിട്ട് തിളപ്പിച്ച് വറ്റിച്ച് വെള്ളം മുഴുവനായിട്ടും വറ്റി ആ 80 മില്ലി ലിറ്റർ ആയിട്ട് നമ്മൾ പാലിൻ്റെ അതേ അളവിൽ വറ്റിച്ചെടുക്കുകയാണ് വേണ്ടത്. ഇത് നമ്മൾ മുൻപ് വീഡിയോയിൽ പറഞ്ഞിട്ടുള്ള ലശുവിന ക്ഷീരഭാഗ പോലെ തന്നെയുള്ള കാര്യമാണ്. നന്നായിട്ട് വറ്റിച്ചെടുത്തതിന് ശേഷം 2 നേരമായിട്ട് പകുതിയായിട്ട് ഇത് കുടിക്കാവുന്നതാണ്. ഇങ്ങനെ ചെയ്യുന്നത് ഹൃദയപേശികളുടെ ഒക്കെ തന്നെ ഹെൽത്ത് നന്നാക്കാൻ വേണ്ടിയിട്ടൊക്കെ തന്നെ വളരെ ഹെൽപ്ഫുൾ ആയിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഹൃദ്യമായിട്ടുള്ള ഈ ഒരു ഔഷധ പ്രയോഗം നിങ്ങൾക്ക് പലർക്കും അറിയുന്നതായിരിക്കും. അതുപോലെ തന്നെയാണ് നമുക്ക് ഓവർ വെയിറ്റ് ഉള്ള ആളുകളാണ് നിങ്ങൾക്ക് ഈ ഹൃദയ സംബന്ധമായുള്ള പ്രശ്നങ്ങളൊന്നും വരാതിരിക്കാൻ ഓവർ വെയിറ്റ് ഉള്ള ആളുകൾ ചെയ്യേണ്ടത് നീർമരുതും അതുപോലെ തന്നെ വേങ്ങാക്കാതലും വാങ്ങിക്കാൻ കിട്ടും. ഇത് രണ്ടും കൂടെ സമം എടുത്തിട്ട് വെള്ളത്തിൽ ഇട്ട് തിളപ്പിച്ച് വെള്ളം പകുതിയാക്കി വറ്റിച്ചിട്ട് ആ വെള്ളം കുടിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കാവുന്നതാണ്. ഇത് നമ്മുടെ അമിതമായിട്ടുള്ള ഭാരം കുറയ്ക്കാനും അതുവഴി ഉണ്ടാവുന്ന ഹൃദയ സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങൾ മാറ്റാനും ഏറെ വിശേഷപ്പെട്ട ഒരു മരുന്നാണ്. കൊളസ്ട്രോൾ നമുക്ക് എപ്പോഴും തന്നെ ഹൃദയത്തിലെ നല്ല കൊളസ്ട്രോൾ അല്ലെങ്കിൽ HDL കൊളസ്ട്രോൾ എപ്പോഴും നമ്മുടെ ശരീരത്തിന് ആവശ്യമുള്ളതാണല്ലേ. രക്തത്തിൽ കാണുന്ന കൊഴുപ്പാണ് ഈ കൊളസ്ട്രോൾ. അപ്പോൾ ഇതിനെ കുറയ്ക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ട്രൈഗ്ലിസറൈഡ് ഒക്കെ കൂടുതലുള്ളവരാണെങ്കിലും ഞാൻ ഈ പറഞ്ഞിട്ടുള്ള നീർമരുതും അതുപോലെ തന്നെ വേങ്ങാക്കാതലും ഇട്ട് തിളപ്പിച്ച വെള്ളം കുടിക്കുന്നത് നല്ലതാണ്. ഇനി നിങ്ങൾക്ക് ഇത് തന്നെ പാലിൽ കഴിക്കാൻ പറ്റാത്തവർക്ക് വേണ്ടിയിട്ട് നീർമരുതിൻ്റെ തൊലി തന്നെ നമ്മൾ വെള്ളത്തിലിട്ടിട്ട് തിളപ്പിച്ച് വറ്റിച്ചെടുക്കാവുന്നതുമാണ്. ഈ നീർമരുതിൻ്റെ തൊലി തന്നെ 25 ഗ്രാം 240 മില്ലി ലിറ്റർ വെള്ളത്തിൽ കഷായം വെച്ച് ഒരു 60 മില്ലി ആക്കി വറ്റിച്ച് പിന്നീട് ഒരു 30 മില്ലി വീതം രാവിലെയും വൈകിട്ടും ഒക്കെ പതിവായിട്ട് കുടിച്ചാൽ ഹൃദ്രോഗം മാത്രമല്ല വിളർച്ച, നീര്, രക്തസ്രാവം, മറ്റുള്ള പൈത്തിക വികാരങ്ങളൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ തന്നെ മാറ്റാൻ നല്ലതാണ്.